സത്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ഒരു പെരുന്നാൾ കൂടി ആഗതമായിരിക്കുകയാണ്. എല്ലാ പെരുന്നാൾ ദിനത്തിലും ചിത്രാവിഷൻ ഒരു സൽക്കാരം പ്രേക്ഷകർക്കായിട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ അന്വേഷണത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാറഞ്ചേരിയിലെ പ്രമുഖ ബേക്കറിയായ ബ്ലാസ്റ്റ ബേക്കറിയിലാണ്. അന്വേഷണത്തിനൊടുവിൽ എത്തിപ്പെട്ടത് ഈ ബേക്കറിയിലാണ്. ആരെങ്കിലും അതിഥി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ബേക്കറിയിൽ എത്തിപ്പെട്ടത്. നമുക്കൊന്ന് അന്വേഷണത്തിലേക്ക് നീങ്ങാം. അന്വേഷണത്തിനൊടുവിൽ നമുക്ക് നല്ല 2 അതിഥികളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകർ കൊതിച്ചതുപോലെ അല്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെയുള്ള 2 അതിഥികൾ തന്നെയാണ് നമുക്ക് ഈ പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്ത് നിറസാന്നിധ്യമായ തൊട്ടതെല്ലാം പൊന്നാക്കി വളരെ ശോഭിച്ചു നിൽക്കുന്ന നമ്മുടെ അറിയപ്പെടുന്ന നമ്മുടെ പ്രദേശത്തുകാരനും കൂടിയായ നമ്മുടെ ചാനലിന് ഒഴിച്ചുകൂടാവാൻ പറ്റാത്ത ഒരു അതിഥി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സലീം കോടത്തൂരാണ്. ആ സലീം കോടത്തൂരിനെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് ഈ പെരുന്നാൾ സൽക്കാരത്തിൽ അദ്ദേഹത്തോടൊപ്പം അല്പനേരം ഒന്ന് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് പിസ്തൊക്കെ കഴിച്ച് നമുക്ക് കുറച്ച് നേരം സംവദിക്കാം. സലീം, ഏതും വർക്ക് സുഖമാണ്. എന്താണ് ബേക്കറിയിൽ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വിരുന്നുകാരൊക്കെ കൂടുതൽ വരുമല്ലോ. സുഖം. എന്താണ് വിശേഷങ്ങൾ? സുഖം. ഇത് മറക്കും. അപ്പോൾ നമുക്ക് ഈ 2 അതിഥികളുമായിട്ട് ഈ പെരുന്നാൾ സൽക്കാരം ഒന്ന് ഉഷാറാക്കാം. ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ജ്യൂസ്, ഷേക്ക് ജ്യൂസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലി ഷേക്ക് ജ്യൂസാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് പിസ്സൊക്കെ കഴിച്ച് നമുക്ക് കൂടുതൽ ആരായിരിക്കും. അതിന് എന്തായാലും എനിക്ക് പിസ്സ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നമ്മൾ ഈ ബേക്കറിയിൽ തന്നെ ബ്ലാസ്റ്റ മാറഞ്ചേരി ബ്ലാസ്റ്റ ബേക്കറി ഇപ്പോൾ ഇവിടെ പുതിയ ബേക്കറിയാണ്. അപ്പോൾ ഇവിടുത്തെ ജ്യൂസ്, ഷേക്ക് ജ്യൂസ് പ്രത്യേകതകളുണ്ട്, എപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ അവിടെ നിന്ന് ആയിക്കോട്ടെ. കഴിക്കാറില്ല കേട്ടോ, നോമ്പാണ്. പെരുന്നാൾ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്ക് തന്നെ അറിയാവുന്നതാണ് എൻ്റെ പെരുന്നാളിൻ്റെ പഴയ വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ കുറിച്ച്. കാരണം നമ്മളിപ്പോൾ CV-യിലൂടെ തന്നെ ഒരുപാട് വർഷം പെരുന്നാളിൽ നമ്മളെ വിശേഷങ്ങളൊക്കെ പങ്കിട്ടതാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ റാഷിയുടേതായാലും അതല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന ആളുകളുടെയൊക്കെ പെരുന്നാളിൽ പഴയ പെരുന്നാളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പെരുന്നാളുകൾ തമ്മിലുള്ള വ്യത്യാസം അനന്തരം എത്ര ഉണ്ടെന്നുള്ളത് എല്ലാവരുടെ അനുഭവത്തിലുള്ള. എന്നാലും ഇപ്പോൾ റാത്താണ്. നല്ല നമ്മളെപ്പം പറഞ്ഞ പോലെ പറയുന്നില്ല, നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് അതുപോലെ തന്നെ നമ്മളെ വീട്ടുകാർക്കും നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് അതൊക്കെ അണിഞ്ഞ് നല്ലൊരു പുത്തൻ ഉടവൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല പെരുന്നാളാകെ ഇതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാ വർഷത്തും പോലെ തന്നെ ഈ വർഷം പെരുന്നാളിന് നാട്ടിലില്ല. ആ ഒരു ടെൻഷൻ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ പെരുന്നാളിന് ആഘോഷം എന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ആഘോഷിക്കുന്നുണ്ടാവാം. അവർക്കും ഞാനും പെരുന്നാളിന് നാട്ടിലില്ലാത്തൊരു സങ്കടമുണ്ട്. എങ്കിൽ കൂടി നമ്മൾ അവിടെ ഗൾഫിൽ ഞങ്ങൾ പോയി രാവിലെ മുതൽ റൂമിൽ തന്നെ ഉച്ചയായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, നേരെ പ്രോഗ്രാമിന് വന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 8-9 വർഷമായിട്ട് നമുക്ക് പെരുന്നാൾ എന്താണ് എന്ന് തന്നെ അറിയാത്തൊരു ഘട്ടത്തിലാണ്. ഇന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് സലീം കോടത്തൂർ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പ്രേക്ഷകരൊക്കെ നെഞ്ചിലേറ്റിരിക്കുകയാണ് സലീം കോടത്തൂരിന്. ഒരുപാട് പ്രേക്ഷകരുണ്ട് സലീം കോടത്തൂരിന്. എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്ക് സലീം കടന്നു വന്നത്? എത്ര വർഷത്തോളമായി ഏകദേശം ഈ കലാരംഗത്തേക്ക് കടന്നു വന്നിട്ട്? ലോകം അറിയപ്പെടുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ അറിയില്ല, അത്ര അധികമൊന്നുമില്ല. വളരെ നമ്മളെ അറിയുന്ന കുറച്ച് പേരുണ്ട്, അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ കേരളത്തിലുള്ള എത്ര ജനസംഖ്യ ഉണ്ടോ അതിലെ ചെറിയൊരു അംശം ആളുകൾ നമ്മളറിയും. കേരളത്തിന് പുറത്തും പിന്നെ നമുക്ക് ചില ഇപ്പോൾ ശ്രീലങ്ക, അതേപോലെ കുറച്ച് ഫിലിപ്പീൻസ്, അങ്ങനെയുള്ള സ്ഥലത്ത് കുറേ ആളുകളുണ്ട്. അതേപോലെ ലെബനാൻ. എൻ്റെ പാട്ടുകൾ പാടുന്ന ഒരു ഫാജി എന്ന് പറഞ്ഞിട്ടൊരു ലെബനാൻ സിംഗർ തന്നെ ഉണ്ട്. കൂടുതലായി അദ്ദേഹം പാടുക ഹിന്ദി പാട്ടുകൾ, പിന്നെ മലയാള പാട്ടിൽ എൻ്റെ പാട്ടുകളാണ് കൂടുതൽ പാടുക. അപ്പോൾ അങ്ങനെ കുറേ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗ്യമുണ്ട്. 10 വർഷത്തോളമായി ഇപ്പോൾ ഈ ഫീൽഡിൽ പാട്ടുകാരനായി വന്നിട്ട് ഏകദേശം 10ാമത്തെ വർഷമാണ്.
അതിനു മുമ്പ് 2 വർഷം മുമ്പ് എഴുത്തുകാരനായിട്ട് വന്നു. 12 വർഷമായി. അപ്പോൾ ഒരു പാട്ടുകാരനായിട്ട് 10 വർഷം, എഴുത്തുകാരനായിട്ട് 12 വർഷം, അങ്ങനെ 12 വർഷം ടോട്ടലായി. ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 10 വർഷമെങ്കിലും നമുക്ക് ഈ മേഖലയിലെ ഒരു ആളായിട്ട്, ഒരു മെമ്പറായിട്ട് നിൽക്കാൻ കഴിഞ്ഞെന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളില്ലാത്തൊരു കാലം വന്നാലും എൻ്റെ മക്കളായാലും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരായാലും എൻ്റെ പേരിലൂടെ എന്നും അറിയപ്പെടുമല്ലോ എന്നുള്ളൊരു സന്തോഷം. മന്ത്രങ്ങൾ വന്നിടുന്നേ. ശവ്വാലിൻ ചന്ദ്രിക മേലെ ഈദ് മുബാരക്. തക്ബീറിൻ മന്ത്രങ്ങൾ താഴെ ഈദ് മുബാരക്. ശവ്വാലിൻ ചന്ദ്രിക മേലെ ഈദ് മുബാരക്. തക്ബീറിൻ മന്ത്രങ്ങൾ താഴെ ഈദ് മുബാരക്. മൈലാഞ്ചിത്തോപ്പിലെ പൂങ്കാറ്റ് ഈദുൽ ഫിത്തറിൻ പൊലിവാലേ. മഗ്‌രിബിൻ നേരത്തെ പൂമാനം തന്നു രാവിൻ നിറമുള്ള ചേലിൽ തിളങ്ങുന്ന പുതുപുത്തൻ മൈലാഞ്ചി. മുത്തുകിലുങ്ങുന്ന വളയിട്ട കൈകളിൽ സുന്നത്തായി മൈലാഞ്ചി. ഈദ് മുബാരക്. ഈദ് മുബാരക്. ഈദ് മുബാരക്. ഈദ് മുബാരക്. ഈദ് മുബാരക്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ ലോകം അവസാനിച്ച് ഒരു യാത്രയൊക്കെ പോകല്ലോ, എന്തായാലും മരണം ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ശബ്ദം ഈ ലോകത്ത് നിലനിൽക്കുന്നു, മായാതെ നമ്മുടെ ശബ്ദം. ഇപ്പോൾ കലാപം മണിച്ചേട്ടന് ജനങ്ങളുടെ മനസ്സിൽ അത്രക്കധികം ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു മരണമായിരുന്നു മണിച്ചേട്ടൻ്റെ. ഇന്നിപ്പോൾ ഈ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് പോലും മണിച്ചേട്ടൻ്റെ സംസാരം ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല. പ്രോഗ്രാംസിലായാലും ഗാനമേളയിലായാലും ഈ ഷൂട്ടിംഗ് സെറ്റിലായാലും ഇനി അതല്ല സാധാരണക്കാർക്കിടയിലായാലും മണിച്ചേട്ടനെ കുറിച്ച് ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുത്തുള്ള ഇത്രക്കധികം ഒരുപാട് സിനിമാ നടന്മാർ മരിച്ചിട്ട് പോലും മണിച്ചേട്ടനക്ക് മാത്രം കിട്ടിയ പ്രത്യേകത, ഇപ്പോഴും മണിച്ചേട്ടനെ കൂടുതൽ ജനങ്ങൾ ഓർക്കുന്നത് മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകളാണ്, നാടൻ പാട്ടുകൾ. കലാപമണി എന്ന സിനിമാ നടനിലേക്കാൾ ഉപരി നാടൻ പാട്ടുകൾ ഇന്ന് മരണശേഷവും അതിനു മുമ്പ് തന്നെ ജനങ്ങൾ ഹൃദയത്തിലെത്തി. പക്ഷേ മണിച്ചേട്ടൻ്റെ ഓർമ്മക്കായിട്ട് എന്നും പാട്ടുകൾ ഇങ്ങനെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിസ്മരിക്കുന്നുണ്ട്. കൂടുതൽ മണിച്ചേട്ടൻ ജനങ്ങളെ ഹൃദയത്തിൽ കയറി പറ്റാൻ ഒരു കാരണം എന്ന് പറയാം. അപ്പോൾ അതുപോലത്തെ ഒരു സന്തോഷം ഉണ്ടെന്ന് പറയാം. പാട്ടുകാരെ നമ്മളില്ലാത്തൊരു കാലം വന്നാലും നമ്മളെ ശബ്ദ ഈ ലോകത്തിൻ്റെ 10 വർഷക്കാലമെങ്കിലും ഈ ഫീൽഡിലൊരു മെമ്പറായിട്ട് നിൽക്കാൻ കഴിഞ്ഞ്, ചില ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് നിൽക്കാൻ കഴിഞ്ഞ്, അതോർക്കുമ്പോൾ വളരെ സന്തോഷം. ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മളെ പ്രയത്നം ഉണ്ടാവില്ല. എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ പ്രയത്നം ഉണ്ടായിരുന്നു. കാരണം ചെറുപ്പം മുതൽ മദ്രസ വേദികളിലൊക്കെ പാടുന്ന സമയത്ത് നമ്മൾക്കറിയപ്പെടുന്ന ഒരാളായി മാറണം എന്നുള്ളൊരാഗ്രഹം, അതിനു വേണ്ടി കുറച്ച് പ്രയത്നം, പിന്നെ ചില സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട്, പിന്നീട് എഴുത്തുകാരനായി വന്ന ഒരു സുപ്രഭാതത്തിൽ അറിയാതെ ഒരു പാട്ടുകാരനായി. അപ്പോൾ അന്ന് നമുക്കിത് നമ്മുടെ കുടുംബം കഴിയാൻ അല്ലെങ്കിൽ കുടുംബത്തിന് കാലാകാലം ജീവിക്കാനുള്ളൊരു വരുമാനം ഇതുവഴി ആകുമെന്ന് സ്വപ്നത്തിൽ കരുതിയിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു 10 വർഷത്തിലിടക്ക് നമ്മളെ ഒരുവിധം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. വീട്ടുകാരുടേതായാലും നമ്മുടെ ഫാമിലിയുടേതായാലും എൻ്റെ മക്കളുടേതായാലും മിക്ക ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് പറയാം. അപ്പോൾ ഇതിലൂടെ ഇത്രക്കധികം നിൽക്കാൻ പറ്റിയ വലിയൊരു ചാരിതാർത്ഥ്യം മക്കളുടേതായാലും കുടുംബങ്ങൾക്കും അതിൽ എല്ലാവരും ഹാപ്പിയാണ്. ഇനിയും കുറച്ച് കാലം കൂടി നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനി എന്തായാലും വലിയ ഉയരത്തിലെത്തണമെന്ന് ആഗ്രഹമില്ല, ഇങ്ങനെയെങ്കിലും എന്നും പോയാൽ മതി, അത്ര തന്നെ. തട്ടിമുട്ടി പോകണം, അത്ര തന്നെ. കാരണം ഇതിൽ നിന്ന് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കാനുള്ള ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് മടുത്ത് എന്നിട്ടെറിഞ്ഞിട്ട് പോകാനും തോന്നാറുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എത്രത്തോളം താഴ്ന്നു കൊടുക്കാൻ പറ്റും അത്രത്തോളം നിന്ന് കൊടുത്ത ഒരാളാണ് ഞാൻ. വന്നൊരു 10 വർഷം ആയെങ്കിൽ ആ 10 വർഷത്തിൻ്റെ തുടക്കം മുതൽ ഈ ദിവസം വരെ വിവാദങ്ങളും വിമർശനങ്ങളും ചീത്തപ്പേരുകളും ഒക്കെ ഞാൻ അറിയാതെ തന്നെ ഒരുപാട് കിട്ടിയ ഒരാളാണ്.
ഇപ്പോൾ സലീമ പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് ഈ സലീമിനെ കുറിച്ചിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരാറുണ്ട്. ഇപ്പോൾ പ്രമുഖ ചാനലിലെ കട്ടിങ്ങളൊക്കെ വെച്ചിട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടും പീഡന കഥകളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ഒരുപാട് വരാറുണ്ട്. നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ വരാറുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? അല്ലെങ്കിൽ ഇത്രമാത്രം ശത്രുക്കൾ സലീമിനുണ്ടോ? ഞാൻ മനസ്സിലാക്കിയോടെ ശത്രുക്കൾ വല്ലാതൊന്നുമില്ല. പിന്നെ ഒരിക്കലും നമ്മളിപ്പോൾ എൻ്റെ നാട്ടുകാർ, അതേപോലെ എൻ്റെ തൊട്ടടുത്ത നാട്ടുകാർ, ഇവരാരും ഇതൊന്നും ചെയ്യില്ല. നല്ല ഉറപ്പാണല്ലോ. എൻ്റെ നാട്ടുകാർ പ്രത്യേകിച്ച് ചെയ്യില്ല. പിന്നെ നമ്മളടുത്ത നമ്മളടുത്ത നാട്ടുകാരായ അവരാരും ഇതൊന്നും ചെയ്യില്ല. അടുത്ത നാട്ടുകാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കുന്നല്ലാതെ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് ഈ ഫീൽഡിലുള്ള ആളുകൾ തന്നെ ചെയ്യുന്നത്. ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പാട്ട് ഹിറ്റാവുന്നത് പേടിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ആൽബം വിജയിക്കുന്നത് പേടിയാണ്. എൻ്റെ ഒരു പ്രോഗ്രാം നന്നാവുന്നത് പേടിയാണ്. പിന്നെ ഒരു ദിവസം നമ്മൾക്കൊരു പ്രശംസ കിട്ടിയാൽ പേടിയാണ്. പക്ഷേ ഓരോ ദിവസം ഞാൻ ഉണരുന്നത് തന്നെ ഇന്ന് എന്നെക്കുറിച്ച് എന്താവും വാർത്ത. സമൂഹ മാധ്യമങ്ങളിൽ ഞാനൊരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തലേ ദിവസം പോകാത്ത ആളാണ്. ഞാനൊരിക്കലും ഒരു ഷൂട്ടിംഗ് സ്ഥലം ഇപ്പോൾ എന്നെ ഷൂട്ടിന് വിളിക്കുന്ന ഡയറക്ടർമാർക്ക് ഒരിക്കലും എന്നെ ഷൂട്ടിന് വിളിക്കാൻ വലിയ താല്പര്യമില്ല. ഉള്ള സത്യം ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് വരില്ല, പിന്നെ അവൻ്റെ അടുത്ത് തന്നെ വേണം ഷൂട്ടിങ്, അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളുണ്ട്. അത് ഞാൻ വലിയ സ്റ്റാറായിട്ട് ഞാൻ വെച്ച നിബന്ധനയല്ല. ഈ ഫീൽഡിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അവർ വലയൊരുക്കി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത ഭാഗങ്ങൾ, നമ്മളെ ഈ ചാവക്കാട് പൊന്നാനിയുടെ ഒക്കെ ഉള്ളിൽ, മാക്സിമം തിരൂർ വരെ പോകും, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ അവിടേക്ക് ഞാൻ തലേ ദിവസം പോകണ്ട, ഇതിൻ്റെ അന്ന് ഷൂട്ടിങ്ങിൻ്റെ അന്ന് രാവിലെ എത്തിയാൽ മതി. അവിടെ ചിലപ്പോൾ നായികമാർ അല്ലെങ്കിൽ നായിക അവരെ വേറെ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ തലേ ദിവസം അന്ന് അവിടെ റൂം എടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും ചതി പെട്ടാൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്തെല്ലാം നഷ്ടപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലും പോകാത്തത്. അത്രക്കധികം ഞാൻ ഈ ഫീൽഡിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓരോ ഹോട്ടലിൽ ഞാൻ അങ്ങനെ താമസിക്കാറില്ല. ഗൾഫിലൊക്കെ പോയിട്ട് നമ്മൾക്ക് അവിടെ ഹോട്ടലിൽ താമസിക്കും. ഇവിടെ ഹോട്ടലിൽ പോയി താമസിക്കാനും പേടി. നാളെ വാർത്തയാണ്. അതും നാളെ വാർത്തയാണ്. അതുപോലെ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയാൽ വാർത്തയാണ്, ആളുകൾക്ക് പറയാൻ. അപ്പോൾ പെൺവാണിഭത്തിൽ അറസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് മനോരമ ചാനലിൽ വന്ന പോലെ എഡിറ്റ് ചെയ്തിട്ട് കണ്ടു. പിന്നെ മാതൃഭൂമി ഓൺലൈനിൻ്റെ അതേപോലെ റിപ്പോർട്ടിൻ്റെ ഓൺലൈനിലും വന്ന പോലെ എഡിറ്റ് ചെയ്തിട്ട് തിരൂർ ലോഡ്ജിൽ നിന്ന് പിടിച്ച് എൻ്റെ വീട് റെയ്ഡ് അങ്ങനെയൊക്കെ കണ്ടു. സലീമിൻ്റെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, സലീം ഒരുപാട് ഉയർന്ന് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് സലീമിൻ്റെ ഉപ്പ. സലീം ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ട് സലീമിനെ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി, അല്ലെങ്കിൽ പന്തൽ പണിക്ക് കൊണ്ടാക്കി, ചുരുക്കം പറഞ്ഞാൽ ഒരു കുരുത്തംകെട്ട മകൻ എന്ന് പോലും ഒരു വിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഉപ്പാൻ്റെ വിയോഗം സലീമിന് അത്രത്തോളം ദുഃഖത്തിലായിട്ടുണ്ട്. പണ്ടെൻ്റെ വീടിൻ്റെ അടുക്കളയിൽ നല്ല വിഭവം ഒരുങ്ങാൻ പെരുന്നാൾ വേണം. പുത്തനുടുപ്പൻ്റെ പൂമേനി പുണരാൻ പള്ളിയിൽ തക്ബീറുയർന്നിടണം. ആണ്ടൊന്നിൽ 2 പെരുന്നാളല്ലേ, ഏറെ ആനന്ദം നൽകുന്നതുമല്ലേ. അന്നെൻ്റെ ഉമ്മാടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ കണ്ടു നൊമ്പരം. ഇപ്പടെ ഇത് പറയണമെങ്കിൽ ഇപ്പോഴും ഒരു 3 വർഷം കാലത്തിൻ്റെ മേലെ ആയണ്ട് ഉപ്പ മരണപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴും ശരിക്കും ഞങ്ങൾ തിരിച്ചറിയില്ല. ചില സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഉപ്പ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ പറയും, മുന്നേ ഞങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട്. ആൾ നല്ല ഉഷാറിൽ നല്ല ഫോമിലാണ് ഇരിക്കുക. ഇപ്പം അതില്ലാത്തൊരു കുറവ് നന്നായിട്ട് അറിയുന്നത്. അതിൽ നിന്ന് കുറച്ച് മോചിതനാവാൻ കുറേ സമയം എടുത്തു ഞങ്ങളെ വീട്ടുകാരെ. കാരണം പെട്ടെന്ന് ഉപ്പാക്ക് എപ്പോഴും പേടിയായിരുന്നു. ഉപ്പാക്ക് അറ്റാക്കായിട്ടാണ് ഇപ്പോൾ മരണപ്പെട്ടതെങ്കിൽ കൂടി മറ്റേ ബ്ലോക്ക് വന്നു, ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞ് അത് മാറ്റിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഉപ്പാക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം. ഉപ്പാക്ക് പേടി, മരിക്കും എന്നുള്ള പേടി. ഉപ്പാടെ മരണത്തിന് കാരണമായതും ആ പേടി തന്നെയായിരുന്നു. കാരണം ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഉപ്പാക്ക് ചെറിയ വേദന ഉപ്പാക്ക് തോന്നി മരിക്കുകയാണ്. അങ്ങനെ ആ പേടിയിൽ പ്രഷർ കൂടിയിട്ടാണ് ഉപ്പാക്ക് അറ്റാക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ മറ്റേത് എനിക്ക് പ്രോഗ്രാമിന് മുമ്പ് വളരെ ധൈര്യമായിരുന്നു. മരിക്കുന്ന സമയത്ത് പോലും അന്ന് എന്നോട് പറഞ്ഞു, നീ ഏത് സമയത്ത് പാതിരാക്ക് വന്നാലും എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ വാതിൽ തുറന്നു തരാമെന്ന്. മരിക്കുന്ന സമയത്ത് അന്നൊന്നും അങ്ങനെ ഇപ്പോൾ പറയാത്ത ഒരാളാണ്.
അങ്ങനെ അപ്പോൾ നമുക്കൊരു ധൈര്യമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ വീടിൻ്റെ ഒരു തൂണായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ ഉപ്പ വളരെ നല്ലൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. കോൺഗ്രസ്സുകാരെൻ്റെ വീട്ടിൽ വരുമ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിപ്പോൾ എത്ര വലിയ ശത്രു ആയാലും കോൺഗ്രസ്സുകാരനാന്ന് പറഞ്ഞാൽ മതി. ഇതായി ഇപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനല്ല, അപ്പോൾ ആ ഒരു ആശയത്തിൽ മാത്രമായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന ക്ഷണിക്കാറില്ല പാർട്ടിക്ക്, കോൺഗ്രസ് ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയും, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എങ്ങനെയും ഓനൊന്നുകൊണ്ട് വലിക്കണം. ഇപ്പോൾ ഷാജിക്കാടൊക്കെ കുറേ വട്ടം പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ 3.5 വർഷമായിട്ട് പോലും നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ്. നമ്മളെപ്പോഴും പറയായിരുന്നു ഉമ്മയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. എല്ലാ സുഹൃത്തുക്കളും പറയും ഉമ്മയില്ലാത്ത ജീവിതം. പക്ഷെ ഉപ്പയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും എൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഉമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ. അതുപോലെ തന്നെ ഉപ്പ ഇല്ലാത്തതും ഒരാൾക്കും അവസ്ഥ വരരുതെന്ന്. കാരണം അത് വലിയൊരു വീടിൻ്റെ തൂണായിരുന്നു. പിന്നെ നമുക്കൊരു ധൈര്യമാണ്. പിന്നെ ഉപ്പുള്ള വീട് നമുക്കൊരു ഐശ്വര്യം തന്നെയായിരുന്നു. മാനസികമായിട്ട് ഞാനിപ്പോൾ അവിടെ മരണപ്പെട്ടെന്നുണ്ടായപ്പോൾ മാനസികമായി തളർന്നു, അതിലൂടെ ശാരീരികമായിട്ട് തളർന്നു. ഇപ്പോഴെല്ലാം അങ്ങനെ റെഡിയായി വരുന്നു. അപ്പോൾ എന്തായാലും അള്ളാഹ് കബറിടം വിശാലാക്കി. സലീമിൻ്റെ ഉപ്പയെക്കുറിച്ച് പാട്ടൊന്നും എഴുതിയിട്ടില്ല. ഉമ്മയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പാട്ടുകൾ സലീം എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഉപ്പാനെ കുറിച്ചിട്ട്, ഉപ്പാക്കും മക്കളുടെ കാര്യത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. സലീം ഒരുപാട് പാട്ടുകൾ ഉമ്മാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഉപ്പയെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ സലീം എഴുതിയിട്ടുണ്ട്? അഥവാ ഞാൻ ഉപ്പയെക്കുറിച്ചിട്ട് പാട്ട് എല്ലാവരും ചോദിക്കുക, എന്താണ് ഉപ്പയെക്കുറിച്ച് പാടാത്തത്? ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തി സ്വാധീനം ചെലുത്തിയ ഒരാളായിരുന്നു എൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മാനോടായിരുന്നു കൂടുതൽ അടുപ്പം. ഞാൻ 2 വയസ്സുള്ളപ്പോൾ ഉപ്പ ഗൾഫിൽ പോയി. പിന്നെ ഉപ്പ വരുന്നത് 14 വയസ്സാണ്. കാരണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയേ ഞാൻ തിരിച്ചു വരുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ആളവിടെ നിന്നത്. അപ്പോൾ ഉപ്പാക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തെങ്കിലും നേടിയിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത്, പാവം. അപ്പോൾ ഉപ്പാനായിട്ട് അടുപ്പം കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നു. അപ്പോൾ 14 വയസ്സ് മുതൽ പിന്നെ ഈ കുറച്ച് വർഷമാണ് ഉപ്പാനായിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ കൂടുതൽ ഉമ്മയുടെ പാട്ടുകൾ പാടി. അങ്ങനെ ഉപ്പയെക്കുറിച്ച് ഞാനൊരു പാട്ട് എഴുതി. പക്ഷേ ആ പാട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഉപ്പ ഉണ്ടായില്ല, മരണപ്പെട്ടപ്പോഴേക്ക്. പിന്നെ മരണപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഉപ്പയുടെ നഷ്ടത്തിടത്തോണ്ടെന്നുള്ള ഒരു പാട്ട് എഴുതി. 2 പേര് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പറഞ്ഞു. അതിൽ എൻ്റെ ഉപ്പ ഉള്ള സമയത്ത് ഞാൻ എഴുതിയ പാട്ടായിരുന്നു, എന്നുപ്പയാണെനിക്കു ജീവിതം, എന്നുമ്മയാണെനിക്കു സാന്ത്വനം, എൻ്റെ ബീവിയാണെനിക്കു സൗഭാഗ്യം, എൻ്റെ മക്കളാണെനിക്കൊരാശ്രയം. വീട്ടിലെല്ലാം അംഗത്തെക്കുറിച്ച് എഴുതിയതാണ്. പിന്നെ മരണപ്പെട്ടതിന് ശേഷം ഞാൻ അത് വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എഴുതിയിരുന്നു. ഒരു വട്ടം കൂടിയൻ ഉപ്പാനെ കാണാൻ ഈ ജന്മം വിധി എന്നിലേകുമോ, സ്വപ്നത്തിലെങ്കിലും ഉപ്പാൻ്റെ മടിയിൽ തലചായ്ച്ചുറങ്ങാനാകുമോ, ഉപ്പ പോയ നനഞ്ഞു വീടിൻ പൂമുഖം, അന്നനാഥമായി തീർന്നു എൻ്റെ ജീവിതം, ഇനിയില്ല വീടിൻ കോലായിലുപ്പ, ഇനി എന്നെ കാത്തിരിക്കില്ലെന്നുപ്പ, കരളിൻ്റെ കരളായ പുന്നാരുപ്പ. അങ്ങനൊരു പാട്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉപ്പയെക്കുറിച്ച് എഴുതിയ പാട്ട് ഉപ്പാക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും വിശ്വാസമുണ്ട് ഇപ്പോഴും ഉപ്പ നമ്മോടൊപ്പം തന്നെ ഉണ്ട്. ഉപ്പാടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. എൻ്റെ ഉപ്പാടെയും കുറേ ആഗ്രഹങ്ങൾ, ഉപ്പാടെ എന്നെ നല്ലൊരു മെക്കാനിക്ക് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഉപ്പാക്ക്. അത് നടന്നില്ല, എന്നെ കൊണ്ടൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഒരു നല്ല ഉപ്പാൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചിട്ട് തന്നെയല്ലോ ഉപ്പാടെ വിയോഗം ഉണ്ടായത്, ഉപ്പ മരണപ്പെട്ടു പോയത്. തീർച്ചയായിട്ടും എൻ്റെ ഉപ്പാക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു വീട്ടിൻ്റെ കോലായിൽ നല്ല ഡ്രസ്സിലൊക്കെ തന്നെ ഇരിക്കണം. അതൊക്കെ ആളില്ലാത്ത കാലത്തും ഡ്രസ്സിങ്ങൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ നല്ലൊരു വീടിൻ്റെ കോലായിൽ എപ്പോഴും ഇരിക്കണം, എല്ലാവരും ഒരു ആദരിക്കുന്ന ഒരാളായിട്ട്, അങ്ങനെയൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ തരുന്നു. പഴയ ആഗ്രഹങ്ങളൊക്കെ പോകണിഞ്ഞു. ഇപ്പോൾ ഞാൻ മക്കളിൽ കണ്ട സങ്കല്പത്തിൽ എന്നെ മെക്കാനിക്കാക്കണം, അത് നടന്നില്ല. എങ്കിൽ കൂടി
അവസാനം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നീട് ഈ പാട്ടിലേക്കൊക്കെ വന്നതിൻ്റെ ശുപ്പാനായിട്ട് ഭയങ്കര അടുപ്പായി. ഒരു 5-6-7 വർഷത്തോളം ഭയങ്കര ഡീപ്പായിട്ടായിരുന്നു. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പാട് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ മറ്റൊരു അതിഥിയാണ് നമ്മുടെ ഓറഞ്ച് മീഡിയ ഷാജിക്ക. എനിക്ക് തോന്നുന്നത് സലീംക്കയുടെ ഉയർച്ചയിൽ വലിയൊരു പങ്ക് ഷാജിക്കക്ക് ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് വലിയ പങ്കാണ്, ഒരിക്കലും നമുക്ക് വിലമതിക്കാനാകാത്തൊരു പങ്ക് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറയുന്നു ഷാജിക്ക ആ ഉയർച്ചയെക്കുറിച്ചിട്ട്? പങ്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. നമ്മളൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് സലീമിനെ പോലത്തെ എനിക്കൊരു ഗായകൻ മാത്രമല്ല, എൻ്റെ അനിയനും കൂടിയിട്ടാണ്. നമ്മളങ്ങനെ ഒരു ഗായകൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് അങ്ങനെ ഒരു കാണുക പിടിക്കുമെന്നും നമ്മളങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വളരെ ഇതായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ വർക്ക് സംബന്ധമായ കാര്യമാണെങ്കിലും എല്ലാറ്റിലും എൻ്റെ കൂടെ ഉണ്ട്, അവൻ്റെ കൂടെ ഞാനും ഉണ്ട്. പിന്നെ നമ്മളിൽ പെട്ട ഒരാളല്ലേ, നമ്മളെ നാട്ടുകാരൻ. എൻ്റെ നാടും സലീമിൻ്റെ നാടൊക്കെ അടുത്തടുത്താണ്. ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പം മുതലേ കാണുന്നൊരു വ്യക്തിയാണ്. പിന്നെ വർക്കും ഒരു സാധാരണ മറ്റുള്ള മാർക്കറ്റിംഗ് കമ്പനിക്കാരൊക്കെ എല്ലാ വർക്കും എടുത്ത് ചെയ്യാറുണ്ട്. ഞാൻ മാക്സിമം സലീമിൻ്റെ വർക്കാണ് അധികം നമ്മൾ ചെയ്യാറ്. കഴിഞ്ഞ 6 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഓറഞ്ച് മീഡിയയിലൂടെ ഈദുൽ ഫിത്തർ എന്ന പ്രോഗ്രാമിന് ഷാജിക്കയാണ് പ്രൊഡ്യൂസിങ് ചെയ്യുന്നത്. എത്രത്തോണ്ട് വിജയം ഉണ്ട് ആ ഈദുൽ ഫിത്തറിന്? ഇപ്രാവശ്യം ഏത് രീതിയിലാണ് ഈദുൽ ഫിത്തർ ഷാജിക്ക പുറത്തിറക്കിയത്? പ്രിയരാം സ്നേഹിതരെ, എൻ കൂടെ പിറപ്പുകളെ, ഈ നാളിൽ ഞാനോതാം ഈദിനാശംസ. പിറ കണ്ടാലും മാലോകർ ഫിത്ർ സകാത്തോ നൽകുന്നു. ഫിത്റിനുത്തമരായവരെ തേടിക്കൊണ്ടാ പൊതിയെത്തുന്നു. പൊൻപിറ കണ്ടാലും മാലോകർ ഫിത്ർ സകാത്തോ നൽകുന്നു. ഫിത്റിനുത്തമരായവരെ തേടിക്കൊണ്ടാ പൊതിയെത്തുന്നു. 6 വർഷമായിട്ട് ഞങ്ങൾ ഈ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞ വർക്ക് പെരുന്നാളിന് മാത്രം ഇറങ്ങുന്നൊരു വർക്കാണ്. 6 വർഷമായിട്ട് ഇൻഷാല്ലാ നന്നായിട്ട് ചെയ്തെന്നുള്ള വിശ്വാസമുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ അതൊരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഞാനത് ചെയ്യുന്നത്. അത് ഞങ്ങളെ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റ്. പിന്നെ ഒരു വർഷം ഈ വർഷം ഞങ്ങൾ ചെയ്യണ്ടെന്ന് വിചാരിച്ച സത്യം പറഞ്ഞാൽ പിന്നെന്തോ അത് ആ സമയം എത്തുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ്. പിന്നെ പല ആളുകളും വിളി തുടങ്ങും, നോമ്പ് തുടങ്ങും ഈദുൽ ഫിത്തറില്ലേ. അപ്പോൾ കോഴിക്കോട് ചെയ്യുന്നൊരു മില്ലേനിയം ഓഡിയോസ് ഇറക്കുന്നതാണ് പെരുന്നാൾ കിളി. അവിടെ ഷാഫി കൊല്ലത്തിന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സലീം കൊടുത്തൂരിനെ വെച്ചിട്ട് ചെയ്യുന്നു ഈദുൽ ഫിത്തർ. മത്സരം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് ഈ പെരുന്നാൾ ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ പെരുന്നാൾ കിളി അല്ലെങ്കിൽ SR മീഡിയയുടെ സുലൈമാനി വിത്തിസ അതിനേക്കാളും വേറെ വർക്കുകളുണ്ട്. ഞാൻ ഒരു തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം 100-ൽ കൂടുതൽ അല്ലെങ്കിൽ 500-ൽ കൂടുതൽ ആൽബങ്ങളുണ്ട് പെരുന്നാളിന്. പക്ഷേ ഈ പെരുന്നാളിൽ ഇറങ്ങുന്ന ആൽബത്തിൽ ഇപ്പോൾ ഈദുൽ ഫിത്തർ 6 വർഷമായി, പെരുന്നാൾ കളി 10-20 വർഷമായില്ലേ ഇറക്കൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, കാരണം ഇതാകെ 2 ദിവസം മാത്രം മാർക്കറ്റിൽ ചിലവാകുന്ന സാധനമാണ്. അത് കഴിഞ്ഞാൽ ഈ സീഡിയൊക്കെ റിട്ടേൺ വരും. പക്ഷെ ഇത് ഷാജിക്ക പറഞ്ഞ പോലെ ഇപ്രാവശ്യം വേണ്ടാന്ന് തോന്നി. പക്ഷേ പിന്നെ ആ സമയം അപ്പോൾ ചെയ്യണം എന്ന് തോന്നി. പിന്നെ എല്ലാവരും നോമ്പ് പോലെ തുടങ്ങും, ഇപ്രാവശ്യത്തെ പെരുന്നാൾ പാട്ടില്ലേ. അപ്പോൾ ചെയ്തോടത്തോളം വിജയമായതുകൊണ്ടാണല്ല അത് തരുന്നത്. സാമ്പത്തികമായിട്ട് നമ്മളതിൽ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. ലാഭം ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം. കാരണം ആ 2 ദിവസം മാത്രം മാർക്കറ്റ് വിട്ടു പോകുന്നു. പിന്നെ കുറേ യൂട്യൂബിൽ ആളുകൾ കാണുന്ന സംഭവം, അതും ആ പെരുന്നാൾ പാട്ടാകുമ്പോൾ ആ 2 ദിവസമൊക്കെ തന്നെ ആളുകൾ കാണുന്നു. അപ്പോൾ ലാഭമില്ലാതെ തന്നെ നമ്മളിത് കാണുന്നത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഈദ് സൽക്കാരം എന്ന് പറയാൻ പറ്റിയ സംഭവമാണ് ഈദുൽ ഫിത്തർ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മരണം വരെ നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാ അതിനൊക്കെ നമുക്ക് പ്രാപ്തി ഉണ്ടാവട്ടെ. ആശംസകൾ. താങ്ക് യു. നിങ്ങളൊക്കെ എപ്പോഴും ആ സപ്പോർട്ട് ചെയ്ത് ചാനലും നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണിത്.
അപ്പോൾ എന്തായാലും ഞാൻ ഈദുൽ ഫിത്തറെ കുറിച്ച് ഇത്ര മാത്രം സംസാരിച്ച സ്ഥിതിക്ക് ഇതിലാണെങ്കിൽ കുറച്ച് പിസ്തയും ബാക്കിയുണ്ട്, കുറച്ച് ജ്യൂസ് ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ജ്യൂസ് അവരിത് കാണുമ്പോഴേക്ക് നമുക്ക് ഈ ജ്യൂസും ഫീസൊക്കെ തീർക്കാം. അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ചു തരാം. വാനിലം വിളി വന്നു മടങ്ങി, കാതിൽ തക്ബീറിൻ ധ്വനി തിങ്ങി, നാദനിൽ സ്തുതിയോതി വണങ്ങി, പെരുന്നാളൊരുങ്ങി. നോമ്പ് 30 തനിച്ച് കൽപകത്ത് ഈമാനതുറച്ച് നൽകി ഫിത്ർ സകാത്ത് തികച്ച് പെരുന്നാളുദിച്ച്. ആദിയിലാരാധനക്കർഹൻ തരും ഈ തിരുനാള്, ആദിയോനെന്നാദരിക്കും സോദരർക്കു പെരുന്നാളെ. ആദിയിൽ ആരാധനക്കർഹൻ തരും ഈ തിരുനാള്, ആദിയോനെന്നാദരിക്കും സോദരർക്കു പെരുന്നാള്. വാനിലം വിളി വന്നു മടങ്ങി, കാതിൽ തക്ബീറിൻ ധ്വനി തിങ്ങി, നാദനിൽ സ്തുതിയോതി വണങ്ങി, പെരുന്നാളൊരുങ്ങി. ഇന്ന് ഒഴിച്ചുകൂടാനാവാത്തൊരു ബന്ധമാണ് സലീംക്കയും ഷാജിക്കയും തമ്മിൽ. വളരെ ഏറെക്കാലത്തെ ഒരു സൗഹൃദമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയായിരുന്നു ആ സൗഹൃദം ഉണ്ടായത്? എവിടെ നിന്നായിരുന്നു ഇതിൻ്റെ തുടക്കം? സൗഹൃദത്തിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ ഒരു 10 വർഷത്തിൻ്റെ മേലായിട്ടുള്ള ബന്ധം. പിന്നെ തുടക്കകാലത്ത് തന്നെ മൂപ്പരാൾ അനിയനാണ് ആദ്യം ഷമീർ ഖാനാണ് പരിചയപ്പെടുന്നത്. അതുവഴി പിന്നെ ഷാജിക്കായി പരിചയപ്പെട്ടു. പിന്നെ അവരും ഞാനും ഈ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ആളുകളാണെന്നും ഞങ്ങൾ സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കി. പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവർ മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് കടന്നു വരുന്നത്. ഷാജിക്ക ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു, ഷാജിക്കയുടെ അനിയൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇവർ ആദ്യം ഒരു വീട് എന്ന് പറഞ്ഞിട്ടൊരു ആൽബം പ്രൊഡ്യൂസ് ചെയ്തു. അയലത്തൊരു വീടുണ്ട്, ആ പാട്ടാണ് നല്ല ഹിറ്റായിരുന്നു. അത് ഇതായപ്പോൾ അവർക്ക് തോന്നി ഇതിങ്ങനെ നമുക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് കമ്പനി ഇട്ട് ഓറഞ്ച് മീഡിയ. ഇപ്പോൾ ആ ബന്ധം ഇത്ര കാലമായിട്ട് പല ആളുകളും കോട്ടം തട്ടാൻ ശ്രമിച്ചെങ്കിൽ കൂടി കോട്ടങ്ങളൊന്നും ഇല്ലാതെ. വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ സൗഹൃദത്തിൽ എന്തെങ്കിലും? ഈ സൗഹൃദത്തിൽ വിള്ളലുകൾ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും തമാശക്ക് പോലും ഞങ്ങൾ വിള്ളലുണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിളിച്ച് എന്നോട് ചൂടാവും, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. പിന്നെ ഞാൻ വിളിച്ചാൽ എടുക്കില്ല. അപ്പോൾ പിറ്റേ ദിവസവും ഞാൻ കുറേ വിളിക്കും, അപ്പോഴും എടുക്കില്ല. വേറെ ആൾക്കാരെ ഫോണൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമ്പറിൽ നിന്ന് വെച്ചിട്ട് ചോദിക്കും നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? അപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു. അങ്ങനെ മുപ്പരാൾ സംസാരം അപ്പോൾ ബബ്ബ അടിച്ചിട്ട് അങ്ങനെ തിരക്കിലായിരുന്നു. വിളിച്ചിരുന്നാ ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഞാൻ ഡയറക്റ്റ് കയറി വന്നാൽ ചിരിക്കും. അങ്ങനെയാണ് കമ്പനി. അല്ലാതെ അതൊരു 2 ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടില്ല, തെറ്റി നിൽക്കലുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിള്ളൽ വന്നിട്ടില്ല എന്ന വിശ്വാസം. വിള്ളൽ വരുത്താൻ പല ആളുകൾ പവിത്രമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈദുൽ ഫിത്തർ പോലും സാമ്പത്തികമായിട്ട് ലാഭത്തിലല്ലെങ്കിൽ കൂടി അത് എന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇറക്കുന്നൊരു വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈദുൽ ഫിത്തർ ഇറക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ വിള്ളലുകൾ വരുന്ന കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാത്തിരിപ്പ് എന്തിനാണെന്ന് പറയാൻ പറ്റുമോ റാഷിക്ക്? ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. കാത്തിരിപ്പിന് നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നാണ് നടന്ന് കാണാൻ നല്ലൊരു ആഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. എനിക്ക് വിദേശത്തൊന്ന് പോകാനുള്ള ഒരു കാത്തിരിപ്പുണ്ട്, എന്ന് പോകും എന്ന് സാധിക്കും എന്നുള്ളൊരു കാത്തിരിപ്പുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു ഉയർന്നൊരു ജോലി എന്ന് കിട്ടും, എന്ന് സാധ്യമാകും എന്നതിനെക്കുറിച്ചുള്ളൊരു കാത്തിരിപ്പുണ്ട്. അപ്പോൾ സലീംക്ക് ഏത് കാത്തിരിപ്പിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഈ കാത്തിരിപ്പുകളൊക്കെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഷാജിക്കും തെറ്റുന്ന എന്ത് കാര്യത്തിനാന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഈ കാത്തിരിപ്പുകളിനേക്കാളും സുഖമുള്ള അല്ലെങ്കിൽ വേദനയുള്ള ഒരു കാത്തിരിപ്പ് ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മളെ ഒരു 10 വർഷം മുമ്പുള്ള എല്ലാ തലമുറക്കും ഉണ്ടായിട്ടുണ്ടാവും. ഒന്ന്, നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്തു, അന്ന് കിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. ആ ഒരാഴ്ച വരെ നമ്മൾ ഉറങ്ങാതെ കാത്തിരിക്കും. ആ ഫോട്ടോ നാളെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എന്താവില്ല, തീരെ ഉറങ്ങൂല. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും കണ്ണെടുക്കില്ല, അത് നോക്കി പുതിരണ്ട ആ ഫോട്ടോ ആവുമല്ലോ, അത് സുഖമുള്ളൊരു കാത്തിരിപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പെരുന്നാളിന് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കും. തലേന്ന് പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പ് തരാമെന്ന് ടൈലറേലും പറയും, അന്ന് കിട്ടില്ല. എന്നിട്ട് പെരുന്നാൾ നാളെ വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ ടൈലർ ഷോപ്പിലെത്തും. ടൈലർ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ ടൈലർ ഷോപ്പിൽ നിന്ന് അടിക്കണ കിട്ടാൻ വേണ്ടി ഒരു കാത്തിരിപ്പാണ്. വല്ലാത്തൊരു കാത്തിരിപ്പ്. അന്ന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാത്തിരിപ്പ് അതാണ്.
ആ അടിച്ച് കിട്ടാത്തൊരു കാത്തിരിപ്പ്. ടൈലർ ഷോപ്പിൽ ഇരുന്ന് ചിലപ്പോൾ രാവിലെ 10 മണിക്ക് അതിലിടക്ക് കുട്ടികളൊക്കെ പറഞ്ഞേക്കും ഓനോട് എന്താ അവിടെ പണി നോക്കി കാണാനല്ല തിരഞ്ഞാൽ അതിലിടക്ക് ഇതിപ്പോൾ കിട്ടും. അപ്പോൾ ടൈലർ പറയും ഞാൻ ഇപ്പോൾ കൊടുക്കാം. ചിലപ്പോൾ അത് രാത്രി 2 മണി 3 മണി, ചിലപ്പോൾ അന്നും കിട്ടില്ല. പെരുന്നാളിൻ്റെ അന്ന് പള്ളി പോണതിൻ്റെ മുമ്പ് കിട്ടുക. ചിലപ്പോൾ ആരും പള്ളിയിൽ പോയിട്ട് പോയാൽ തരാമെന്ന്. അപ്പം നമ്മളിതൊരു പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പല്ല. അതേമാതിരി ഒരു സുഖമുള്ള കാത്തിരിപ്പ് തന്നെയാണ്. മൂപ്പരാൾ പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ എന്നെ കാത്തിരിക്കും. ഇപ്പോൾ പാടിപ്പിക്കേണ്ട ടീമിനെ വിളിച്ചിട്ട് അപ്പോൾ ഒരു 10 മണിക്ക് പോരുമെന്ന് പറയും. ഞാനാണ് ഈ പാട്ട് പാടാനുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പോൾ പൂർവ്വമായിട്ടൊക്കെ ഭയങ്കര മടിയാണ്. സ്വതവേക്ക് വലിയ വണ്ടി കഴിക്കണം. ഇപ്പോൾ പാടണ സമയത്തിന് എത്താറില്ലേ ഷാജി വിളിക്കുമ്പോൾ? ഇല്ല, സമയത്തിന് എത്തുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ 10 മണിക്ക് എത്തും, അല്ല 10 മണിക്ക് പറയും. ഞാൻ ഇവിടെ എത്തുമ്പോൾ 12 മണിയൊക്കെ ആവും. സംഭവം 5 മിനിറ്റ് ഓടാനേ ഉള്ളൂ പെരുമ്പടപ്പിൽ നിന്ന് മാറഞ്ചേരിക്ക്. അപ്പോൾ ചിലപ്പോൾ മൂപ്പരാൾ ഇതായി പോകും. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൊബൈൽ ഓഫ് ചെയ്തിട്ട് മുങ്ങും. ചില സമയത്ത് ഞാൻ പറയ്ക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാതെ മാറും. അപ്പോഴൊക്കെയുള്ള ഒരു എന്താ പറയുക, നമ്മൾ പെണ്ണുങ്ങളെ വയസ്സായ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ബൗസ്മ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പിണക്കം മാത്രം. മിന്നും മുത്തേ നീ മുന്നിലാഴ്ച മഞ്ഞിറങ്ങി ചുറ്റും നിൻ തോഴിമാർ മൈലാഞ്ചി ചോപ്പിടാൻ മുത്തേ നീ കാത്തിരുന്ന രാവൊരുങ്ങി നിറയും നിൻ ചിന്തയിലാനന്ദം തകിൽ തിരയുമ്പോൾ തരിവള താളത്തിൽ തേനൂറും ഈശ്വര തേടുന്നു നിക്കാഹിൻ പന്തലിൽ മിന്നും മൂവന്തിയിൽ മുത്തേ നീ മുന്നിലാഴ്ച മഞ്ഞിറങ്ങി. പറയുമ്പോൾ ഷാജിക്ക് നല്ല ചിരിയിലാണ്. അല്ല, ചില പ്രൊഡ്യൂസേഴ്സ് ഈ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും നിങ്ങളൊക്കെ പാവങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. ഞാനാണെങ്കിൽ ആ പോരെ ഇവിടെ പോരെ നമുക്ക് ഇവിടുന്ന് പഠിക്കാം, വേറെ സ്റ്റുഡിയോ ഒന്നും പോകണ്ട, നമ്മളടുത്ത് തന്നെ ഉണ്ടല്ലോ. ഇവർ വന്നിട്ട് കാലത്ത് 7 മണിക്കൊക്കെ വന്ന് ഇവിടെ ഇരിക്കും. ഇവനെ വിളിച്ചാൽ സാധിക്കാൻ ഞാൻ ഇപ്പോൾ എത്തട്ടാ, ഈ ആൾ 2 മണി ആയാലും എത്തില്ല. പിന്നെ മുത്ത് പട്ടറുമ്പോൾ പിന്നെ കൂടുതൽ ആർക്ക് ഇവനെ ഫോൺ വിളിച്ചാൽ കിട്ടിയില്ല. പിന്നെ മുത്ത് സുമിക്ക് വിളിക്കും, അല്ലെങ്കിൽ വൈഫിന് വിളിക്കും. അപ്പോൾ ഒരു വണ്ടി എടുത്ത് പോയല്ലോ അങ്ങോട്ടാന്നിട്ടല്ല വന്ന് ഇവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ ഭ്രാന്തിരിക്കും. അതില്ല, അങ്ങനെ പറയലില്ല. അതന്നെ ഇപ്പോൾ ഈ കണ്ടു കഴിഞ്ഞാൽ മാറും. ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നോടുള്ള ദേഷ്യം മുത്തുവിനോട് പറയും. ചിരിയല്ല, തലോടലുണ്ട് വന്നിട്ട്. അതേ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഇല്ല അടിക്കാൻ വേണ്ടി വന്നാലും എന്നെ കണ്ട എന്താളവോ തോളിയിട്ട് എന്താളവോ എന്നെ കള്ളിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഞാൻ ഒരു പാവപ്പെട്ട തോട്ടം നോക്കുമ്പോഴേ അപ്പം അതാ സംഭവം. അങ്ങനെ അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പം പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളിടത്ത് നമ്മൾ പിണക്കുണ്ടാവും. അരിശുള്ളിടത്ത് പിരിച്ചുണ്ടാവുള്ളൂ, പിരിച്ചുള്ളിടത്ത് അരിശുണ്ടാവുള്ളൂ എന്ന് പറയണവന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേദന. ഇഷ്ടമുള്ളവർ തമ്മിലേ പിണങ്ങുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ പിണക്കല്ല, മറ്റെന്താണ് വൈരാഗ്യമാണ്. അല്ലാത്തവർ നമ്മൾ പിണക്കങ്ങളാണല്ലോ കൊച്ചു കൊച്ചു. അപ്പോൾ ഭാര്യനായിട്ട് നമ്മൾ പിണങ്ങാറില്ലേ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ പിണക്കം. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും എന്നും നിലനിന്ന് പോട്ടെ, അങ്ങനെയാണ് ആഗ്രഹം. എല്ലാ പ്രേക്ഷകരും അറിയാൻ കൊതിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് ചാനലുകളിലും ചർച്ചകളിലൊക്കെ സലീം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഞാനും ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി. സലീം എഴുതിയ പാട്ടുകളും പാടിയ പാട്ടുകളും എഴുതിയ പാട്ടുകളിലൊക്കെ വല്ലാത്ത വിരഹങ്ങൾ കാണുന്നുണ്ട്. ഒരു വിരഹ ഗായകനായിട്ട് അറിയപ്പെടാനാണോ സലീമിന് ആഗ്രഹം? എന്താണ് ഇത്ര മാത്രം സലീമിന് വിരഹം? എൻ്റെ വിരഹ കഥയെക്കുറിച്ച് ഇപ്പം അറിയാത്ത ആളുകളാരും ഇല്ല, എല്ലാവർക്കും അറിയുന്നത്. നമ്മൾ ഇവിടെ തന്നെ സിവിടെ ചാനലിൽ ഇൻ്റർവ്യൂസിനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻ്റർവ്യൂ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ നല്ലൊരു വിരഹമുള്ള ആളായിരുന്നു. ഇപ്പോൾ വിരഹഗായകൻ എന്ന് പറഞ്ഞിട്ടപ്പോൾ ചിലർ പറയും പ്രണയത്തിൻ്റെ പാട്ടുകാരൻ, ചിലർ പറയും വിരഹഗായകൻ, ചിലർ പറയും പ്രണയാർദ്ര ഗാനങ്ങളുടെ പ്രിയപ്പെട്ട ഗൈസ്, അങ്ങനെയൊക്കെ ചാനലിലായാലും അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ പരിചയപ്പെടുത്താറ്. അത് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തിലൊക്കെ ഒന്ന് മാറിക്കണം. പക്ഷെ പിന്നീട് തോന്നി അതെന്തോ ആളുകൾക്ക് ഇഷ്ടം അങ്ങനെയാണ്. ഞാനൊരു പ്രണയത്തിൻ്റെ പാട്ടുകാരനായിട്ട് അല്ലെങ്കിൽ വിരഹങ്ങളുടെ കൂട്ടുകാരനായിട്ടൊക്കെ ജനങ്ങളെ മനസ്സിൽ കുടിയേറിയത് അതങ്ങനെ തന്നെ കേട്ടെ. പിന്നെ ഇപ്പോൾ എനിക്ക് പാട്ടുകാരനേക്കാളും ആഗ്രഹം ഇപ്പം എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആൽബത്തിലേക്കാൾ കൂടുതൽ ഹോം സിനിമയിൽ അത് പിന്നെ വലിയ സിനിമയുള്ള ആ സിനിമയിൽ നമുക്ക് അന്ന് ചാൻസുകളൊക്കെ
ഇങ്ങനെ എന്തോ നമ്മുടെ സമയദോഷം കൊണ്ടോ എന്തോ തട്ടിപ്പോയി. അപ്പോൾ കൂടുതൽ നല്ല അഭിനയിക്കത്തിനോട് കൂടുതൽ താല്പര്യം കൂടി, പാട്ടിനോട് താല്പര്യം കുറഞ്ഞു. അപ്പോൾ ഇനി നല്ലൊരു നടനായിട്ട് മാറുന്ന ആഗ്രഹമുണ്ട്. അതിനിപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കും. പ്രാർത്ഥന. സലീം ഒരുപാട് ഉയരങ്ങളിൽ എത്തി നിൽക്കിയിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങളും ഒരുപാട് അംഗീകാരങ്ങളും സലീമിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ സലീമിന് ബാക്കിയുണ്ടോ ഈ കലാജീവിതത്തിനിടയ്ക്ക്? കലാജീവിതത്തിനിടയ്ക്ക് ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയ ഒരു ആഗ്രഹമാണത്. ഒന്ന് ഒരു സിനിമയിലെങ്കിലും നല്ലൊരു വേഷം, ഫുൾ നീള കഥാപാത്രമല്ല, ഒരൊറ്റ മിനിറ്റ് ചെയ്യുന്ന വേഷമാണെങ്കിൽ കൂടി ആ ജനങ്ങൾ ഓർമ്മിക്കപ്പെടുന്നൊരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ടെൻഷനുകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഒന്ന് ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഉറങ്ങാറില്ലേ സലീം? ഇല്ല, ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എൻ്റെ ഉറക്കം ഒന്ന് വർക്കിൻ്റെ ടെൻഷൻ, പ്രോഗ്രാംസിൻ്റെ ടെൻഷൻ, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ടെൻഷൻ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് ഒരു അസുഖം വന്നിട്ട് ഞാൻ പല ആളുകളും അത് ക്യാൻസറാണെന്നും എയ്ഡ്സ് ആണെന്നും ഒക്കെ പറഞ്ഞു വരുത്തിയിരുന്നു. ആ സമയത്ത് ഒരു ചർച്ചയിൽ സലീം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാനസികമായി നമ്മളെ വളരെയധികം തളർത്തിയതാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴും ചില ആളുകൾ ആ സമയത്തൊക്കെ അന്ന് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് മരണപ്പെട്ട വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും വളരെ സഹതാപത്തോട് കൂടിയിട്ട് എന്നെയൊക്കെ നോക്കിയിരുന്നു. അടുത്ത ആൾ ഇവനല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മാരകമായ രോഗത്തിന് അടിമപ്പെട്ട ആളാണെന്നുള്ള ഒരു പക്ഷേ എനിക്ക് കിഡ്നിയിൽ നീർക്കെട്ടാണ്, പ്രോട്ടീൻ ലോസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. നമ്മളെ ശരീരത്തിലെ പ്രോട്ടീൻ യൂറിനിലൂടെ പോവുക. അത് വലിയൊരു അസുഖമല്ലെങ്കിൽ കൂടി ഭാവിയിലേക്ക് അത് വലിയ അസുഖത്തിലേക്ക് പോവും എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞത്. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പദം ഉണ്ടാവും, അതല്ല അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ ബ്ലഡ് ഫെയിലാവും, അതല്ലെങ്കിൽ നമ്മളെ കിഡ്നി ഫെയിലാവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ രോഗം എനിക്ക് തന്നെ തോന്നി എന്താണ് ഒരു പദം. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ആ സമയത്ത് ഞാൻ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വന്നു. മാനസികമായിട്ട് തകർന്ന് തരിപ്പണം. ഇപ്പോൾ എന്നെ കിഡ്നിയിൽ നിന്ന് ഒരു പീസ് എടുത്ത് ബയോപ്സിക്ക് അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നിരുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ മുത്തും റമീസ് ഇവരെല്ലാവരും കരയുക. കണ്ടു നിന്ന കുറേ ആളുകൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നെ നമ്മളെ ശരീരത്തിലെ രോമങ്ങളൊക്കെ വടിക്കും. എല്ലാ രോമങ്ങളും വടിച്ച് നമ്മളെ സ്ട്രക്ചറിൽ കിടത്തിയിട്ട് തിയേറ്ററിലേക്ക് വളരെ ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് തിയേറ്ററിലേക്ക് കയറ്റിയ സമയത്ത് എന്നോട് ഡോക്ടേഴ്സ് ചോദിച്ചു എന്താണ് ടെൻഷൻ ഉണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷൻ ഇല്ല, പക്ഷേ പേടിയുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പേടിയില്ല, പക്ഷേ എന്താവും റിസൾട്ട് എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവർ കരയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ആ ചിരി ഒരു എന്താ പറയുക ആത്മാർത്ഥയില്ല. ഞാൻ അവരുടെ മുമ്പിൽ ഞാനും കൂടി കരഞ്ഞാൽ അവരതിനേക്കാളും തകരും. അത് ഞാൻ ഒരു പക്ഷേ എനിക്ക് കൂടി കൂടുതൽ തളിച്ച. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു. ഒരു 24 മണിക്കൂർ ഇളകാതെ കിടക്കണം. ഇളകാനെന്ന് വള്ളിക്ക് എടുത്താണ്, കിഡ്നിയിൽ നിന്ന് പീസ് എടുത്തുള്ളതാണ്. ഒരേ കിടത്തം ഇളകാൻ വള്ളിക്ക് എടുത്തോ. എല്ലാം കിടന്നിട്ട് തന്നെ എല്ലാം നിർവഹിക്കണം, അങ്ങനത്തെ അവസ്ഥയാണ്. അത് കഴിഞ്ഞ് കിഡ്നിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുടലിൽ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ മാനസികമായിട്ട് അന്ന് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായി എനിക്ക്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് പിന്നെ ഞാൻ തിരിച്ചു വരാൻ കുറേ ടൈം എടുത്തത് ആ ടെൻഷൻ. പക്ഷെ ആ അസുഖത്തേക്കാൾ എന്നിലുണ്ടാക്കിയ ടെൻഷനായിരുന്നു. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. സത്യം പറയുന്നത് എൻ്റെ വീടിൻ്റെ അതേ ബൈക്കുമ്പോൾ പോകുമ്പോൾ ചില പിള്ളേർ സലീമെ ക്യാൻസർ രോഗി എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയി. കുറച്ച് പിള്ളേർ ക്യാൻസർ അങ്ങനെ കുറേ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചെന്താ അറിയുക, ഇങ്ങനെ പേടിക്കേണ്ട ഒരസുഖവും ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റിയ ഒരാളെ ഉള്ളൂ ഞങ്ങൾ പരിസര നാട്ടിലായാലും. അത് ഞാൻ മാത്രമായിരിക്കും. കാരണം എൻ്റെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം അതൊക്കെ ചെയ്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് വിളിച്ച് എന്നെ ക്യാൻസർ രോഗി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് പോകുന്ന ആ ആൾക്ക് ആ അസുഖമുണ്ടോയെന്ന് അവനക്കും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ അസുഖമൊന്നും ആർക്കും കൊടുക്കില്ല. അങ്ങനത്തെ കുറേ അവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ആർക്കും വരുത്താതിരിക്കട്ടെ. കാരണം നമ്മൾ മാനസികമായി തളർന്നു. അപ്പോൾ ആ അസുഖത്തേക്കാൾ കൂടുതൽ ഞാൻ മാനസികമായിട്ട് അനുഭവിച്ച ടെൻഷൻ പല ആളുകളും എന്നെ ഇങ്ങനത്തെ രോഗിയായി കണ്ടതിലപ്പുറം. അപ്പോൾ ഇന്നെല്ലാം അതിൽ നിന്നൊക്കെ മാറി അൽഹംദുലില്ലാ റാഹത്ത്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമെങ്കിൽ കൂടി എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് ആൾ എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
കുറച്ച് ആളുകളുണ്ട്, കുറച്ച് കുടുംബങ്ങളുണ്ട്. കുറച്ചാളുകളൊന്നുമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമുക്കൊക്കെ കാണാൻ കഴിയും സലീം ഖാൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആളുകൾ ആമീൻ പറയുന്ന ഒരവസ്ഥ, എത്രയോ ലൈക്കുകൾ. അപ്പോൾ അതൊക്കെ കുറച്ചാളുകളൊന്നുമല്ല സലീം ഖാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വലിയൊരു ആളുകളുടെ വിഭാഗത്തിന് ആളുകൾ തന്നെ ഉണ്ട്. ഞാൻ ആ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഷാർജയിലെ ഒരു പള്ളിയിൽ കുറേ നാദാപുരത്തുള്ള ആളുകൾ ഒരു ദുആ ഒക്കെ നടത്തി, അന്ന് അവിടെ എന്തൊക്കെ ചീരണിയൊക്കെ കൊടുത്ത് ദുആ ഒക്കെ നടത്തിയ സംഭവം. പിന്നെ സൗദിയിൽ ജിദ്ദയിൽ കുറേ സുഹൃത്തുക്കൾ ഇതേപോലെ നടത്തി, അങ്ങനെ ഒരുപാട്. അപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഒരു ധൈര്യം കിട്ടി മനസ്സിൽ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നതിൽ ആളുകൾ. അതേപോലെ തന്നെ ചില ആളുകൾ സന്തോഷിച്ച ആളുകളുണ്ടെന്ന് പറയട്ടോ. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത് മനസ്സിന് കിട്ടിയ ധൈര്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക, തളരില്ല, തളർത്താൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് കിട്ടിയത് അത് മുതൽ ഞാനിപ്പോൾ എന്ത് വന്നാലും നേരിടാൻ എനിക്ക് ശക്തി കിട്ടിയിരിക്കുന്നു. ഈ വിദേശ രാഷ്ട്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൗദി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് വിദേശ രാഷ്ട്രങ്ങൾ സലീം പോയിട്ട് പാടിയിട്ടുണ്ട്, പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ വിദേശ രാഷ്ട്രങ്ങൾ സലീം പാടിയിട്ടുണ്ട്? അതിന് പുറമെ എങ്ങനെയായിരുന്നു അവിടുത്തെ ഗൾഫ് മലയാളികളൊക്കെ സലീമിനെ സ്വീകരിച്ചത്? നമ്മുടെ വിജയത്തിൻ്റെ പിന്നിൽ മുഖ്യ പങ്ക് ഗൾഫ് മലയാളികളുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാട്ടുകൾ ഇറങ്ങുന്നത് കാണാൻ വേണ്ടി യൂട്യൂബിൽ വ്യൂവേഴ്സൊക്കെ കൂടുതലുണ്ടാക്കുന്നത് ഗൾഫ് മലയാളികളാണ്. അപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലായിടത്തും ഞാൻ പ്രോഗ്രാമിന് പോയി, ഒരു സ്ഥലം പോകാത്തയില്ല. എത്രയോ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല, ഈ 10 വർഷത്തിലടക്ക് ഒരു 100-ൽ പരം എന്നൊക്കെ പറയാം. അപ്പോൾ അതിലേറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടം തോന്നിയത് സൗദി അറേബ്യയിലായിരുന്നു. അവിടെ മക്കയിൽ ഇഷൽ മക്ക എന്ന് പറയുന്ന ടീമാണ് പ്രോഗ്രാം നടത്താറ്. അതേപോലെ തന്നെ ജിദ്ദയിൽ, അതുപോലെ തന്നെ റിയാദിൽ. അവിടെയൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു മൂഡ്, എല്ലാവരും വളരെ സ്നേഹം. അതുമാത്രമല്ല എല്ലാവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു, അവിടെ ഭക്ഷണം ഒരുക്കുന്നു. നമ്മളൊരു ഗൾഫിലാണ് എത്തിപ്പെട്ടെന്ന് തോന്നില്ല. അപ്പോൾ അവിടുത്തെ ആളുകൾ പിന്നെ കലാകാരന്മാരെ അക്കമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ ഒരുപാട് ആളുകൾ കലാകാരന്മാരുള്ള സ്ഥലമാണ് ജിദ്ദ. നാട്ടിലത്തെ ഒരു മൂഡ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടത്. പിന്നെ അതുപോലെ കുവൈത്തിൽ കൊയിലാണ്ടിക്കൂട്ടം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്, അവരും ഇതുപോലെ തന്നെ. എല്ലായിടത്തും നല്ലതാണ്, പക്ഷേ സ്പെഷ്യലി ഇവരാണ് സൗദി അറേബ്യ. അവിടുത്തെ പ്രോഗ്രാമിൻ്റെ അനുഭവങ്ങളൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. ഈ പെരുന്നാളിന് എവിടേക്കാണ് യാത്ര പോകുന്നത്? ഈ പെരുന്നാളിന് ബഹ്റൈനിലുണ്ട്, കുവൈത്തിലുണ്ട്, അത് കഴിഞ്ഞ് UAE-യിലുണ്ട്. ഒരു 10-12 ദിവസത്തെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരും. 5-ാം തീയതി നാട്ടിലെത്തും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഈ ആൽബങ്ങൾ നമ്മുടെ കൗമാരക്കാരെ വഴിതെറ്റിക്കുന്നു എന്നുള്ളൊരു ആരോപണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ അനുകരിക്കുന്ന അവസ്ഥ, നമ്മളെ ഈ പ്രണയിക്കാൻ അല്ലെങ്കിൽ ഒളിച്ചോടാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ, ഇങ്ങനെയൊക്കെയാണ് ആൽബങ്ങളിലൂടെ നമുക്ക് നിരന്തരം കാണാൻ കഴിയുന്നത്. അത് കൗമാരക്കാരെ വഴിതെറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറയും. ഒരിക്കലും എൻ്റെ ഒരു ആൽബം കണ്ട് ഒരു കുട്ടി വഴിതെറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാം മാതൃകയാക്കേണ്ട ഒരാൾ, നമ്മളെല്ലാം ചര്യ പിൻപറ്റേണ്ടത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണെന്ന് ജനിച്ച 4-ാം വയസ്സിൽ മദ്രസയിൽ ചേർക്കുന്ന അന്ന് മുതൽ പഠിക്കുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് 5 നേരം നമ്മളെ മനസ്സിൽ എത്ര മനക്കെട്ടിയുള്ള ആളെ മനസ്സിലും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന നിസ്കാരത്തിലേക്ക് മുന്നിട്ട് വരും. അതുപോലെ തന്നെ സുബൈക്ക് ബാങ്കിൽ സ്പെഷ്യലി പറയുന്നു ഉറക്കിനേക്കാൾ ഉത്തമമാണ് നിസ്കാരം. അതനുസരിക്കാത്ത ആളുകൾ ഒരാൽബം കണ്ടിട്ട് എങ്ങനെ വഴിയേറ്റുന്നു? പിന്നെ മലയാള സിനിമയിൽ ഒരുപാട്, എന്നാൽ മലയാള സിനിമയിൽ നമ്മളെ എല്ലാവരും പഠിപ്പിക്കുന്നത് തന്നെ, സ്കൂളിലായാലും മദ്രസയിലായാലും ഒക്കെ പഠിപ്പിക്കുന്നത് തന്നെ വലിയവരെ കണ്ടാൽ ബഹുമാനിക്കണം, മാതാപിതാക്കളോട് ചെറിയവരോട് കരുണ കാണിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, അവർക്ക് വേണ്ടി ജീവിക്കണം, അവരെ അനുസരിക്കണം. എന്നാരനുസരിക്കുന്നത്? അപ്പം അങ്ങനെയുള്ള ആൾ, അതൊക്കെ ഒരാൾ, ഇപ്പോൾ ഞാനൊരു പൂർണ്ണ മദ്യപാനിയായ ഒരാൾ ഞാനെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് റാശി മദ്യപിക്കണം എന്നില്ല. അത് ഓരോരുത്തരുടെ ജീനിലുള്ള ഒരു ജീവിതശൈലിയാണ്. അങ്ങനെ മാറിപ്പോകുന്നതാണ്. മലയാള സിനിമ കണ്ടിട്ട് നന്നായ ആളുകളില്ല, അതുപോലെ തന്നെ അത് കണ്ടിട്ട് മോശമായ ആളുകളില്ല. പിന്നെ ചില കുട്ടികൾ ചിലപ്പോൾ അതേതേലും സിനിമയിലെ സീനുകളൊക്കെ അനുകരിച്ച് ചെയ്തു എന്നൊക്കെ കേൾക്കാം. പെരുന്നാളം വിളി ദൂരെ പുലിവിൻ പുഞ്ചിരി തൂകെ അഹദിൻ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ. തനനന്ദം തനനന്ദം തന്താനേ നാനേ തനനന്ദം
തന്താനേ നാനേ തന്താനേ നാനേ തന്താനേ നാനേ തന്താനേ നാനേ തന്താനേ നാനേ. പക്ഷെ അത് അപൂർവം ഒരു സംഭവം, അല്ലാതെ ഒരിക്കലും ആൽബം വഴി തെറ്റിക്കാൻ അല്ലെങ്കിൽ പ്രണയിക്കാൻ. ഞാൻ ഇപ്പോൾ ഒരു പാട്ട്, എൻ്റെ പാട്ട് നിങ്ങളെ കൊണ്ട് ഒന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ പറയും നീ ഇത് കേൾക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ എൻ്റെ പാട്ട് കേൾക്കില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില പ്രണയിക്കുന്ന ആളുകൾ നമ്മളെ പാട്ടുകൾ പ്രണയിനിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് അവനക്ക് പറയാനുള്ളത് ആ പാട്ടിലുണ്ടാകുന്ന കാര്യം, അല്ലാതെ ഒരു ആൽബം കൊണ്ട് ഒരു യുവത്വം വഴി തെറ്റുന്നു എന്നൊന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല ഒരിക്കലും. ഈ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ സലീംക്ക അഭിനയിച്ച പാട്ടുകളിലൊക്കെ വലിയ വലിയ പ്രണയത്തിൻ്റെ കഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാടിയ പാട്ടുകളും എഴുതിയ പാട്ടുകളും അഭിനയിച്ച പാട്ടുകളൊക്കെ നേരത്തെ വിരഹത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ സലീമിന് അത്തരത്തിൽ വല്ല പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയങ്ങളാണതൊക്കെ. എനിക്ക് തോന്നുന്നത് വലിയൊരു കോലാഹലം സൃഷ്ടിച്ച ഒരു പ്രണയമാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ നമ്മൾ ഇത്ര സംസാരിച്ചപ്പോൾ പ്രേക്ഷകർ ആ ഒരു ചോദ്യം എന്താണ് ഞാൻ ചോദിച്ചില്ല എന്നുള്ള ഒരു വിഷയം വരാൻ പാടില്ല, അതുകൊണ്ട് ചോദിച്ചത് മാത്രം. ആ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാവരും എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ പറയും എൻ്റെ നാട്ടിലൊരു മൊയ്തീനായിരുന്നു ഞാനെന്നൊക്കെ പറയും. ഇപ്പോൾ ആ പ്രണയത്തിൻ്റെ അധ്യായങ്ങളൊക്കെ അടഞ്ഞു. ഇന്നെൻ്റെ പ്രണയം എൻ്റെ മക്കളോട്, എൻ്റെ ഉമ്മയോടും എൻ്റെ ഭാര്യയോടായി. ഞാൻ പ്രണയിച്ചിരുന്ന ആ കാഞ്ചനമാലക്ക് നല്ല ജീവിതം കിട്ടി, അവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കണ്ടാൽ ഒരു ചിരിയിലൊതുക്കുന്നു, അങ്ങനെ മാത്രം അവരുടേതായി. ഇനിയിപ്പോൾ എനിക്ക് 3 മക്കളുണ്ട്. പിന്നെ എൻ്റെ മൂത്ത മോള് പ്രായപൂർത്തിയായ മോളാണ്. അപ്പോൾ ഇനി എനിക്ക് പ്രണയിക്കാനോ അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഓർമ്മകളോ പേറി നടക്കാനുള്ള സമയമല്ല. ബാധ്യതകളായി 4-5 വർഷം കഴിഞ്ഞാൽ ഒരു മരുമകനെ എൻ്റെ ബാപ്പയാവേണ്ടൊക്കെ ആളാണ്. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഓർമ്മകളൊക്കെ മറന്നു. ആ പ്രണയം എല്ലാം നല്ലതിന് ആ പ്രണയം വഴിയായിരിക്കാം ഞാൻ പാട്ടുകാരനായതെന്ന് വിശ്വസിക്കുന്നു. അതിനൊരു നിമിത്തമായതായിരുന്നു ആ പ്രണയം. അപ്പോൾ ഇന്ന് ആ പ്രണയത്തിൽ ഇപ്പോൾ ഞാൻ നിരാശപ്പെടുന്നില്ല. കാരണം നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം വീണ്ടും കൂടുതൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രണയത്തെ ഞാൻ പൂർണ്ണമായി ഇപ്പോൾ മറന്നു. സലീമിൻ്റെ കുടുംബം, അത് ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചിട്ട്? എൻ്റെ ജ്യേഷ്ഠൻ കുവൈത്തിലാണ്. അതുപോലെ തന്നെ 2 സിസ്റ്റർമാരുണ്ട്. കോഴിക്കോടാണ് ഒരാളെ വീട്, അവരും കുവൈത്തിലാണ് ഫാമിലിയായിട്ട്. പിന്നെ ഒരാൾ വിളിയങ്കോടാണ്. പിന്നെ ഞാൻ 3 മക്കൾ, എൻ്റെ ഉമ്മ. ഇവരാണ് എളിയ കുടുംബം. സന്തുഷ്ട കുടുംബം. ജ്യേഷ്ഠനിപ്പോൾ വീട് പണി നടക്കുന്നു. ഞാനിപ്പോൾ തറവാടിലാണുള്ളത്. ഞാൻ പണിതൊരു വീടാണെന്ന്. അപ്പോൾ ഇനി വേറെ മോൻക്കും കൂടി ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മക്കളിൽ ആരെങ്കിലും ഇപ്പോൾ മകൻ്റെ കാര്യം പറഞ്ഞു, ഈ രംഗത്തേക്ക് ഉള്ളൊരു പ്രചോദനം വല്ലതുണ്ടോ? എൻ്റെ മോന് നന്നായി പാടുന്നുണ്ട്. വളരെ നന്നായി പാടുന്ന പറഞ്ഞാൽ വളരെ അസാധ്യമായിട്ട് തന്നെ ഞാൻ പറയാം. എനിക്കൊരിക്കൽ പോലും പാടാൻ കഴിയാത്ത രീതിയിൽ അവൻ പാടുന്നുണ്ട്. അവന് കൂടുതൽ മാപ്പിളപ്പാട്ടുകളെക്കാളും കൂടുതൽ അവന് ഹിന്ദി പാട്ടുകൾ, തമിഴ് പാട്ടുകളൊക്കെ വളരെ നന്നായി പാടുന്നുണ്ട്. ഞാനും വളരെ പിച്ചൊക്കെ കുറഞ്ഞ പാട്ടുകൾ, അവൻ നല്ല പിച്ചുള്ള പാട്ടുകളാണ് പാടുന്നത്. പാടാനുള്ള വലിയ താല്പര്യമുണ്ട്. പക്ഷേ ജനമധ്യത്തിലേക്ക് ഇറങ്ങി പാടാൻ ഇഷ്ടമില്ല. അവൻ്റേതായ രീതിയിൽ പാടുന്നു. അപ്പോൾ അള്ളാഹു വിധിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു നല്ല പാട്ടുകാരനായിട്ട് എൻ്റെ മുമ്പ് വരാൻ അവനക്കും കൂടി താല്പര്യമുണ്ട്. ഞാൻ നിർബന്ധിക്കില്ല. അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ മാത്രം ഒരു പാട്ടുകാരനായി വരും. ഇപ്പോൾ കീബോർഡൊക്കെ പഠിക്കുന്നുണ്ട്, നന്നായി കീബോർഡ് വായിക്കുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്. അതുപോലെ എൻ്റെ ഏറ്റവും ചെറിയ മോള് കുറച്ച് സുഖമില്ലാത്ത മോളായിരുന്നു, എല്ലാം മാറി വരുന്നു. അവളും നന്നായി പാടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇനി മേലെ ഇരിക്കുന്ന ആൾ കൽപ്പിക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്കൊരു അവനും അവളൊരു പാട്ടുകാരിയൊക്കെ ആയിട്ട് ജനങ്ങളിലേക്ക് കേൾക്കാൻ കഴിയും. എല്ലാവരും പ്രാർത്ഥിക്കാം. ഭാവിയിലൊരു സലീം കോടത്തൂരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ വേറെ ചോദ്യം, ഇന്ന് മാപ്പിളപ്പാട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ആൽബങ്ങളെ ഒരു രണ്ടാന്തരമായിട്ടാണ് ആളുകൾ കാണുന്നത്. ഇത് മുഴുവൻ ആളുകൾക്കും സ്വീകാര്യമല്ലാതെ ആയി മാറുന്നത് എന്തുകൊണ്ടാണ്? അത് മുൻ തലമുറയുടെ മാപ്പിളപ്പാട്ടിൻ്റെ ആളുകളുടെ ജലസ് ഉണ്ടാക്കി തീർത്തൊരു സംഭവമാണ്. കുറച്ച് പ്രായമായ ആളുകൾക്ക് മാപ്പിളപ്പാട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം സംസാരിക്കാനേ പാടില്ല. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ. പാട്ട് തന്നെ ഹറാമെന്ന് പറയുന്ന ആളുകളുണ്ട്.
സംഗീതം തന്നെ സംഗീത അറാമ എന്ന് പറയുന്നുണ്ട്. സംഗീത അറാമ, അതേപോലെ സംഗീതം മ്യൂസിക് അറാമാണ്, സംഗീത ഉപകരണ അറാമ എന്ന് പറയുന്ന ആളുകൾ. ഈ സംഗീതമൊക്കെ ഉത്ഭവിച്ചുള്ളത് ബാങ്കിൽ നിന്നായിരുന്നു, ഖുറാനിൽ നിന്നായിരുന്നു. ഇവർ സംഗീതത്തെയാണ് അറാം എന്ന് പറയുന്നതെങ്കിൽ എന്തു പറയാ, ബാങ്ക് സംഗീതത്തിൻ്റെ രീതിയിൽ വിളിക്കാൻ പാടില്ല, അറാമല്ലേ. ഖുറാന് വായിക്കാനേ പാടുള്ളൂ, ഓതാൻ പാടില്ല, അങ്ങനെ പറയേണ്ടി വരും. കാരണം എല്ലാം സംഗീതത്തിൻ്റെ ആ രീതിയിലല്ല. പിന്നെ സംഗീത ഉപകരണത്തിൽ നിന്നാണ്, ആ ഉപകരണത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെയാണ് അറാം എന്ന് പറയുന്നതെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ശബ്ദങ്ങളാണല്ലോ ഈ കീബോർഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ശബ്ദങ്ങൾ അറാമാക്കേണ്ട. അപ്പോൾ അത് നമ്മളിൽ നിൽക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇപ്പോഴത്തെ തലമുറയാണ് മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയത്. ഇന്ന് ഒരുപാട് തലമുറ അതിൽ ഇപ്പോൾ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നതിനെക്കാട്ടും വളരെ മോശമായ പാട്ടുകൾ പഴയ മാപ്പിളപ്പാട്ടിലെ ആളുകൾ പാടിപ്പോയിട്ടുണ്ട്. അതൊക്കെ മറന്നു വെച്ചിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. കൂടുതൽ ലഘൂകരിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ എല്ലാവരും പൊക്കും പാടാൻ തരുന്ന കഴുത്തിൽ നല്ലതായിട്ട് ഇപ്പോഴത്തെ ഗാനങ്ങളെ ഞങ്ങൾ പാടുന്ന മാപ്പിളപ്പാട്ടാന്ന് ഒരിക്കലും പറയില്ല, ആൽബം പാട്ടുകളാന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ ഈ യുവാക്കളുടെ ഇടയിൽ ഈ പാട്ടുകൾ സ്വീകാര്യമാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ പാടും. യുവാക്കളെല്ലാം പുറന്തള്ളുന്ന കാലത്ത് ഞങ്ങൾ പുറകെട്ടും, അത്ര തന്നെ. അപ്പോൾ ഈ ഇത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം സലീം നടത്തി വരുന്നു എന്നുള്ളതറിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ കണ്ണീരൊപ്പാൻ, അവർക്ക് സാന്ത്വനം കൊടുക്കാൻ വേണ്ടിയിട്ട് സലീമിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ സലീം ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെ പ്രവർത്തനങ്ങൾ സലീം അതുമായി ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ടായിരുന്നു ഇത് ചെയ്തത്. കാരണം ഒരിക്കലും ഒരാൾക്ക് ചെയ്യുന്ന ഉപകാരം മറ്റൊരാൾ അറിയാതിരിക്കുമ്പോഴാണ് അതൊരു സഹായമാകുന്നത്, അല്ലെങ്കിൽ അതൊരു ചാരിറ്റി ആകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. പക്ഷെ പിന്നീട് പല ആളുകളും അഭിപ്രായപ്പെട്ട് നിങ്ങൾ അപ്പം രഹസ്യമായി ചെയ്തുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് കുറേ ആളുകൾ നമ്മളൊപ്പം കൂടിയപ്പോൾ ഒന്നുകൂടി ഇത് പരസ്യമായിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മളെ നാട്ടിലുകാരല്ലേ അവരറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അറിയൽ തുടങ്ങി. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു ഒരു വളാഞ്ചേരിയിൽ. പിന്നെ അങ്ങനെ ഞാനൊന്നും വെളിപ്പെടുത്തുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ റംസാനിനൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റി അതിൻ്റെ മുമ്പ്. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം ഗൾഫിലുള്ള കുറേ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ നാട്ടിലുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അണിയറയിൽ എന്ന് പറഞ്ഞാൽ ഫർഷാദ് മാറഞ്ചേരിയും പിന്നെ മുന്നാ തിരുവമ്പാടി പിന്നെ ഷുഹൈബ് ഇങ്ങനെയുള്ള കുറേ ആളുകളാണ് ഇതിൻ്റെ നേതൃത്വം. ഈ സലീം കോടത്തൂർ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ്. പിന്നെ സലീം ക ഇഷമൽമ എന്ന് പറയുന്ന വേറൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ഈ രണ്ട് ഗ്രൂപ്പാണ് ഇപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ റംസാൻ കിറ്റ് അരി വിതരണം, അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ വിവാഹ സഹായം കുറേ ആൾക്ക് കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ചികിത്സാ ധനസഹായം നൽകാൻ പറ്റി. അത് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. നമ്മളറിയുന്ന, നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾ അറിയുന്ന അവരുടെ പരിസര പ്രദേശങ്ങളിലെ നമ്മളിൽ കിട്ടുന്ന, കാരണം നമുക്ക് ഒരാൾ ഒരു തുക ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ മക്കൾ കഴിക്കുന്ന, നമ്മൾ കുടുംബം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് വളരെ തൃപ്തിയുണ്ട്. ഈ ജീവിതത്തിൽ ഒരർത്ഥം വന്നെന്ന് തോന്നുന്നു, ജീവിക്കാനുള്ള കൊതി കൂടി വരുന്നു, ജീവിതത്തിനോട് അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മളെ കഴിവല്ല, നമ്മളിഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്, അവരൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ അവർക്ക് അള്ളാഹു വിധിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ വഴി ചെയ്യുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു തുക ഞങ്ങൾ മാറ്റി വെച്ച് ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് പാട്ടുകൾ സലീംക്ക പാടിയിട്ടുണ്ട് നിരവധി വേദികളിലൊക്കെ. പക്ഷെ ആ പാടിയ പാട്ടുകളിൽ ഇന്നും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയൊരു പാട്ടുണ്ടാവും, അല്ലെങ്കിൽ സലീംക്കാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രോഗ്രാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില പ്രേക്ഷകർ നിരന്തരമായിട്ട് പാടാൻ ആവശ്യപ്പെടുന്നൊരു ഗാനം ഉണ്ടാവും. ഏതാണ് ആ പാട്ട്? ഒരു 2 പേര് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ 1000ൻ്റെ മേലെ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ അതിൽ പാടിയതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പാടിയ എല്ലാ പാട്ടും ഞാൻ തന്നെ ഇഷ്ടപ്പെടണ്ടല്ലോ, എന്തെങ്കിലും മറ്റുള്ളവർ ഇഷ്ടപ്പെടും. മനസ്സിൻ്റെ അവിടെ ഞാൻ കെട്ടിയപ്പോൾ പാടാത്ത ഒരു വേദി ഇപ്പോഴും ഇല്ല. അത് പാടാത്ത സ്ഥലത്ത് എന്നോട് കാല് മുറിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. അത് പാടാതെ ഇവിടുന്ന് ഭയങ്ങളെ കാല് മുറിക്കുന്നു. അത് ഇപ്പോഴും അങ്ങനെയാണ്. അത് ഇറങ്ങിയിട്ട് 6-7 വർഷമായി, എന്നിട്ട് പോലും ആ പാട്ടിന് ഇന്നും ആളുകളുണ്ട്.
പിന്നെ ഞാൻ പാടിയത് ഒരു പാട്ട് എന്നുള്ള പാട്ടുകാരൻ എന്ന നിലക്ക് ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയ പാട്ട് സ്നേഹപൂർവ്വം സലീം കൊടത്തർ എന്ന ആൽബത്തിൽ പണ്ടെൻ്റെ ഉള്ളം കവർന്നുള്ള സ്നേഹിതേ നീ ഒന്നറിഞ്ഞിടുവാൻ സ്നേഹത്താൽ ഞാൻ ഇന്നെഴുതുന്ന കാവ്യം കേൾക്കണേ നീ എൻ്റെ കൂട്ടുകാരി. ഈ പാട്ടാണ് എനിക്കൊരു പാട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പാട്ടിൽ. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഇതുള്ളത്. ഇവർക്കും എന്നും എപ്പോഴും സമാധാനത്തോടും സുഖത്തോടും കൂടി ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും, എല്ലാ CV പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈദുൽ ഫിത്തർ ടീമിൻ്റെയും CV ചാനലിൻ്റെയും ചിത്രാവിഷൻ ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. വീണ്ടും ഇതുപോലെ പെരുന്നാളിന് കുറച്ച് വിശേഷങ്ങളുമായിട്ട് ചെറിയ തമാശകളൊക്കെ ആയിട്ട് ഇപ്പോൾ ന്യൂസൊക്കെ കഴിഞ്ഞു. ഇനിയും കുറച്ച് സമയം കൂടി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇവർക്ക് അപ്പോൾ ഈ ജ്യൂസിൻ്റെ അല്ലെങ്കിൽ ഇതിലൊതുക്കില്ല, പിസ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതേപോലെ ഞങ്ങൾ വല്ല അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത പെരുന്നാളിനൊക്കെ ഇതേപോലെ വല്ല ജ്യൂസിന് പകരം നല്ല മറ്റേ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ടുള്ള വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.